ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇങ്ങോട്ടാന്ന് വെച്ച പോകാൻ നിനക്ക് ഏത് തെരുവിൽ വേണേലും അലയാം. രാമകൃഷ്ണന്റെ മോളാണെന്നുള്ള മേൽവിലാസമേ ഇല്ലാതെ നിനക്ക് പോകാം. കേട്ടോടി, ഒരു ചില്ലിക്കാശ് പോലുവേ നിനക്ക് ഞാൻ തരികയില്ല. അപ്പനെ ചതിക്കായിരുന്നോ? നീ ഇപ്പോ ഇത്രയും നാള് എന്തുവാ കരുതിയേ? അതേടി, എന്റെ മോന്റെ പേരില് കള്ളക്കേസ് കൊടുത്തപ്പോ ആ വീട്ടിലെ പോലീസ് എപ്പ കേറിയോ ആ നിമിഷം ഞാൻ തീരുമാനിച്ചതാ, ഞാനും നീയും തമ്മില് ഒരു ബന്ധവും ഇല്ലെന്ന്. നീ അങ്ങോട്ട്, ഞാൻ ദേ ഇങ്ങോട്ട്. എടി പെണ്ണെ, നിയമപരമായിട്ട് ഏത് നടപടിക്കും നിനക്ക് പോകാം. പക്ഷേ ഞാനും ഹരിയും താമസിക്കുന്ന വീടിന്റെ പടിയില് നീ കാലുകുത്താൻ പാടില്ല. കുത്തിയാലുണ്ടല്ലോ ആ കാല് ഞാൻ വെട്ടും. മനസ്സിലായോടി? ഒന്ന് നിന്നേ. നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്നാണോ കരുതിയത്? നിങ്ങൾ ഈ ചെയ്തതിന് ഞാൻ പകരം ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് വീണയെന്നല്ല. അല്ലെങ്കിലും ആ പേര് നിനക്ക് ചേരുകയല്ല മോളെ. നിനക്ക് വല്ല ഒരു രാക്ഷസിക്ക് പറ്റിയ പേര് വല്ല ഭാർഗവി എന്നൊക്കെയാ. ഞാൻ ചെയ്തത് ന്യായമാടി. അവനെന്റെ മോനാ. എന്റെ ശ്വാസവും ചോരയും നീരും ഒക്കെ അവനൊരുത്തരുള്ളതാ. സ്വന്തം രക്തത്തിൽ പിറന്നവരെ പോലും ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. എന്റെ ഓരോ തളർച്ചയിലും അവന്റെ നെഞ്ചിലെന്നെ താങ്ങി നിർത്തിയത്. ഞാൻ ചാവുമ്പോ അവനെ എന്റെ അടുത്തുണ്ടാകാൻ പാടുള്ളൂ. അവനെ ഒരിറ്റു വെള്ളം എന്റെ വായിൽ ഒഴിക്കാൻ പാടുള്ളൂ. ശാപം പിടിച്ച് നിന്നെ പോലെ ഒരുത്തിയെ ഇനി എനിക്ക് വേണ്ട. ഇങ്ങോട്ടാന്ന് വെച്ച പോകാൻ നിനക്ക് ഏത് തെരുവിൽ വേണേലും അലയാം. രാമകൃഷ്ണന്റെ മോളാണെന്നുള്ള മേൽവിലാസമേ ഇല്ലാതെ നിനക്ക് പോകാം. കേട്ടോടി? നിത്യാമ്മേ, നമ്മളെങ്ങോട്ടാ പോകുന്നേ? പുറത്തുന്ന് വെച്ചാ? കൊറേ നാളായില്ലേ അമ്മയും മോനും കൂടെ പുറത്തു പോയിട്ട്. നമുക്കൊന്ന് ചുറ്റി നടക്കാം. എന്നിട്ട് നിത്യാമ്മയുടെ മുഖത്തെന്താ ഒരു വിഷമം? നിത്യാമ്മ എന്നെ ജ്യോതിയുടെ അടുത്ത് കൊണ്ടുപോണല്ലോ. പറ നിത്യാമ്മേ, എന്നെ കൊണ്ടുപോവില്ലല്ലോ? അതോ എന്നെ അങ്ങോട്ടാണോ കൊണ്ടുപോകുന്നേ? അല്ല മോനെ, വെറുതെ പറഞ്ഞാ പോരാ, എനിക്ക് വാക്കുതാ. എന്നെ ഒരിക്കലും അവരുടെ കൂടെ വിടില്ലെന്ന് വാക്കുതാ. നമ്മളിപ്പോ പുറത്തു പോവാം. എവിടെയെങ്കിലും കുറേ ദൂരം നമുക്ക് നടക്കാം. എവിടെയെങ്കിലും ഇരിക്കുകയും ചെയ്യാം. അതിന് വാക്കിന്റെ ഒന്നും ആവശ്യമില്ല. വാ, ഇറങ്ങ. മോളെങ്ങോട്ട് പോവാ? ഞാൻ ആദ്യം കൊണ്ടൊന്ന് പുറത്തു പോവാച്ചാ. മോള് തനിച്ചു പോണ്ട, മോൾ അമ്മയും കൊണ്ടുവയ്ക്കും. ഇവര് പോയിട്ട് വരട്ടെ രഘുവേട്ട. വേണ്ടടോ, ഓരോരോ പ്രശ്നങ്ങൾ അവസാനിക്കുന്നതേ ഉള്ളൂ. താനിപ്പോ ഇവരുടെ കൂടെ ഒന്ന് പോവും. വേണ്ട രഘുവേട്ട, മോള് പോയിട്ടോ.
താനെന്താ ആരും കൂടെ പോണ്ടെന്ന് പറഞ്ഞത്? രഘുവേട്ട, അവള് പോകുന്നത് അങ്ങനൊരു കാര്യത്തിന്. അമ്പലത്തിൽ വെച്ച് മനുവിന്റെ അച്ഛനമ്മമാരെ കണ്ടിരുന്നു. ആദ്യേ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വിടണമെന്ന് അവര് പറഞ്ഞത്. என்னம்மா சொல்றது? ஆதி எப்படி போகும்? പോയല്ലേ പറ്റൂ. ആദ്യം കുറെ കരഞ്ഞു. പിന്നെ അവള് തന്നെ ഒരു തീരുമാനം എടുത്തു. ആദ്യമോനെ അവള് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളാംന്ന്. എടോ, അത് വേർപിരിയണോന്ന് പറയുമ്പോ അവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് എനിക്കറിയില്ല രഘുവേട്ട. അത് കണ്ടു നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ കൂടെ പോവാതിരുന്നത്. அது எவ்வளவு கஷ்டமா இருக்கும் அம்மா. இந்த நிலைமையில நித்யாமக்கு அது கூட தாங்க முடியுமா? ശരിയാണ് സുജാതെ. മനസ്സാകെ തകർന്നു നിൽക്കുന്ന സമയത്ത് അവൾക്ക് ഈ ഒരു നഷ്ടം കൂടി താങ്ങാൻ കഴിയില്ല. ഞാനേ മനുവിനെ വിളിച്ചൊന്ന് സംസാരിക്കാം. ആ വേണ്ട, അത് ഇപ്പൊ ഒതുക്കി വെച്ചാലും നാളെ ഒരു സമയത്ത് ഇത് തന്നെയല്ലേ സംഭവിക്കുക. അവളെ കുഞ്ഞിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കട്ടെ, എന്നിട്ട് അവര് പിരിയട്ടെ. ഇപ്പോഴും അവൾ എന്നോട് ചോദിക്കും, നല്ലതൊന്നും എനിക്ക് അർഹതപ്പെട്ടിട്ടില്ലേ അമ്മയെന്ന്. സത്യമാണ്, നല്ലതൊന്നും കണ്ടിട്ടില്ല എന്റെ കുട്ടി. ഒന്നും വിധിച്ചിട്ടില്ല അവൾക്ക്. നമ്മളെല്ലാവരും അവളുടെ കൂടെ ഉണ്ടാവണം രഘുവേട്ട. എല്ലാം കഴിഞ്ഞ് അവള് ബാക്കിയുണ്ടാവാനെങ്കിലും നമ്മളത് ചെയ്തേ പറ്റൂ. ഹോ, എന്തൊരു വെയിലാണ്. കണ്ണിലെ കൃഷ്ണമണി ഇളകി പോയത്. അല്ല, രജിസ്ട്രേഷൻ കഴിഞ്ഞോ? അല്ല, ഈ രജിസ്ട്രേഷന് വേണ്ടിയാണല്ലോ ഞങ്ങൾ പോയത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോ രജിസ്ട്രേഷൻ ഓഫീസർ ഇല്ല. അമ്മാവ രജിസ്ട്രേഷൻ കഴിഞ്ഞോ എന്നാ ഞാൻ ചോദിച്ചത്. രജിസ്ട്രേഷൻ കഴിഞ്ഞില്ല, പക്ഷെ അവള് പോയി. അതെങ്ങനെ? അതൊരു നീണ്ട കഥയാ. നിനക്ക് വേണമെങ്കിൽ ഞാൻ അത് ചുരുക്കി പറയാം.